ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 7-ാം അധ്യായം നമ്മൾ വിവരിക്കുകയാണ്. ഹരി ഓം. നാരദ ഉവാച ഏവം ദൈത്യസുതൈ പൃഷ്ടോ മഹാഭാഗവതോസുരഃ ഉവാച സ്മയമാനാംസ്താൻ സ്മരൻ മദനുഭാഷിതം. ഏവം ദൈത്യസുതൈ പൃഷ്ടോ മഹാഭാഗവതോസുരഃ ഉവാച സ്മയമാനാംസ്താൻ സ്മരൻ മദനുഭാഷിതം. അസുരപുത്രന്മാരാൽ ഇപ്രകാരം പറയപ്പെട്ട മഹാഭാഗവതാസുര, ഭഗവത് ഭക്തൻ അഗ്രഗണ്യനായ ആ അസുരൻ മദനുഭാഷിതം, എന്നാൽ ഭാഷിക്കപ്പെട്ടതിനെ, നാരദൻ പറയുകയാണ്, എന്നാൽ പറയപ്പെട്ടതിനെ അനുസ്മരിച്ചിട്ട് സ്മയമാനാൻ താൻ ആശ്ചര്യയുക്തരായ അവരോട് ഉവാച അവരോട് പറഞ്ഞു. എന്നാൽ പറയപ്പെട്ട് എന്നിൽ നിന്നറിഞ്ഞ അറിവ് അവൻ അസുരപുത്രന്മാരിങ്ങനെ പറഞ്ഞപ്പോൾ അവരോട് എന്നിൽ നിന്നറിയപ്പെട്ട അറിവ് വെച്ച് അവർ ആശ്ചര്യയുക്തരായിരിക്കുക. ഈ ബാലന്മാർ അവരോട് ഇപ്രകാരം പറഞ്ഞു. പ്രഹ്ലാദ ഉവാച പിതരി പ്രസ്ഥിതേസ്മാകം തപസേ മന്ദരാചലം യുദ്ധോദ്യമം പരം ചക്രോർ വിബുധാ ദാനവാൻ പ്രതി പിപീലികൈരാഹിരിവ ദൃഷ്ട്യാ ലോകോപതാപനഃ പാപേന പാപോ ഭക്ഷേതി വാദിനോ വാസവാദയഃ. പിതരി പ്രസ്ഥിതേസ്മാകം തപസേ മന്ദരാചലം യുദ്ധോദ്യമം പരം ചക്രോർ വിബുധാ ദാനവാൻ പ്രതി പിപീലികൈര ആഹിരിവ ദൃഷ്ട്യാ ലോകോപതാപനഃ പാപേന പാപോ ഭക്ഷേതി വാദിനോ വാസവാദയ. അസ്മാകം പിതരി ഞങ്ങളുടെ പിതാവ് തപസ്സിനായിക്കൊണ്ട് മന്ദരാചലം പ്രസ്ഥിതി മന്ദരപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു പോയ ആ സമയത്ത് ഉറുമ്പുകളാൽ സർപ്പം എന്ന ലോകങ്ങളെ തപിപ്പിക്കുന്ന പാപത്താൽ ഭക്ഷിക്കപ്പെട്ടു. ദൃഷ്ട്യാ ഭാഗ്യം ഇതിവാദിന, ഇങ്ങനെ വാക്കുകളാണ്. വാസവാദയ, വാസവൻ, ഇന്ദ്രൻ മുതലായ വിബുധ എന്ന് വെച്ചാൽ അറിവുള്ളവർ, ദേവന്മാർ എന്ന് പറയാം. ദാനവാൻ പ്രതി അസുരന്മാരെക്കുറിച്ച് ഉത്കടമായ തീക്ഷ്ണമായ ഒരു യുദ്ധപരിശ്രമത്തെ ചെയ്തു. അതാ പ്രഹ്ലാദൻ ഈ കുട്ടികളോടായിട്ട് പറയുക, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചില്ലേ, ഈ അറിവ് എവിടെ നിന്ന് കിട്ടി, നിനക്ക് ഇവിടെ വേറെ അധ്യാപകരാരും വന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ, നിനക്കിത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് പറയുക. അപ്പം നാരദരാദ്യം പറഞ്ഞു, നാരദ ഉപാധിയാണ് തുടങ്ങുന്നത് ഈ അധ്യായം. എന്നിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആ കാര്യങ്ങൾ അതെങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല നാരദരപ്പോൾ. ഈ കുട്ടി അറിഞ്ഞു വെച്ചതിനെ ആ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു. അത്ഭുതപ്പെട്ട് കേട്ടിരിക്കുന്ന കുട്ടികളോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഇനിയുള്ള ഇതെല്ലാം കുറേ ശ്ലോകങ്ങളിൽ കൂടി, എനിക്കിന്ന് കുറച്ച് ശ്ലോകങ്ങളുണ്ട് കേട്ടോ, പറയുന്നുണ്ട്. ഞാൻ ഒരു 5-8 ശ്ലോകങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ കഥയല്ല, ആ അസുരന്മാരെക്കുറിച്ച് ഉത്കടമായ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ പ്രഹ്ലാദൻ ഉത്തരം പറയുകയാണ്. 16-17 ശ്ലോകങ്ങളാണ്, 6 അല്ല. തേഷാമതിബലോദ്യോഗം നിശമ്യാസുരയൂഥപാഹ മധ്യമാനാസുരൈർഭീത ദുദ്രുവു സർവതോ ദിശം. തേഷാമതിബലോദ്യോഗം നിശമ്യാസുരയൂഥപാഹ മധ്യമാനാസുരൈർഭീത ദുദ്രുവു സർവതോ ദിശം. ഇന്ദ്രാദിദേവന്മാരുടെ ആ സൈന്യങ്ങൾ, വലിയ സൈന്യങ്ങളുടെ പരിശ്രമത്തെ കണ്ടിട്ടും സുരന്മാരാൽ കൊല്ലപ്പെട്ടവരായിട്ടും ഭയപ്പെട്ട അസുര സംഘാധിപന്മാർ 4 ഭാഗത്തേക്കും ഓടിപ്പോയി. കളത്രപുത്ര മിത്രാപ്താൻ ഗൃഹാൻ പശുപരിച്ഛദാൻ നാവേക്ഷമാണാ ത്വരിതാഹ സർവേ പ്രാണപരീപ്സവഃ. പണ്ടൊരു യുദ്ധമുണ്ടായി ദേവാസുരന്മാരാൽ. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓടിപ്പോയി. അതുപോലെ ഭയാധിക്യത്താൽ പോകുന്നവരുടെ വ്യഗ്രത കാണിക്കുന്ന ഒരു പദ്യമാണിത്. കളത്ര പുത്രം ഇത്ര ആപ്താൻ ഗൃഹാൻ പശുപരിച്ഛദാൻ നവേക്ഷ
മാണാത്വരിതാഹ സർവേ പ്രാണപരീപ്സവ. അതൊക്കെ ഇപ്പോഴും കാണുന്നത് തന്നെയാണ് കേട്ടോ. പുത്രന്മാരെ, ഭാര്യമാരെ, മിത്രങ്ങളെ, സുഹൃത്തുക്കളെ, ഗൃഹങ്ങളെ, പശുക്കളെ, അതുപോലെ നമ്മളുടെ ഉപകരണങ്ങൾ, വീട്ടിൽ വേണ്ടുന്ന ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും ചിന്ത ചെയ്യാതെ തൻ്റെ പ്രാണനെ രക്ഷിക്കുക എന്ന് മാത്രം കാക്ഷിച്ചുകൊണ്ട് സകലരും വേഗത്തിൽ ഓടിപ്പോയി. മനസ്സിലായല്ലോ? ഈ യുദ്ധം വരുമ്പോൾ നമ്മളതും ഇതും ഒന്നും ഓർത്ത് നിൽക്കില്ല. അവരവരുടെ ജീവനെ രക്ഷിക്കാൻ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലത്തെ ഈ കലാമിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യം മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല, പെട്ടെന്ന് ഓടിപ്പോവും. ഒരാളും അത്രയും ചെയ്യത്തില്ല. അങ്ങനെ എൻ്റെ അറിവിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞു കുട്ടിയാണെങ്കിൽ അല്ലേ, ആ പ്രായത്തിൽ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുമെന്ന് തോന്നുന്നില്ല. അത് ഒരിക്കലും ഉണ്ടാകത്തില്ല അല്ലേ. ആ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കാമെന്ന് നോക്കും. ബാക്കി എല്ലാവരെയും വിടും ചിലപ്പോൾ. എന്നാലും അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഓടിപ്പോയി. കഥ പറയുക കേട്ടോ കുട്ടികളോട്. പ്രഹ്ലാദൻ കഥ പറയുക. വ്യലുംബൻ രാജശിബിരം അമരാ ജയകാംക്ഷിണ ഇന്ദ്രസ്തു രാജമഹിഷീം മാതരം മമ ചാഗ്രഹീത്. ജയം ആഗ്രഹിക്കുന്ന ദേവന്മാർ രാജഭവനത്തെ കൊള്ള ചെയ്തു. അതായത് അസുരരാജാവിൻ്റെ ഇത് കൊള്ള ചെയ്തു. ഇന്ദ്രനാകട്ടെ രാജമഹിഷി, രാജഭാര്യയായ എൻ്റെ, അതായത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാതുവിനെ, എൻ്റെ മാതാവിനെയും ഗ്രഹിച്ചു, കയ്യെ കയറി പിടിച്ചുകൊണ്ട് കൊല്ലാൻ പോവുക. അവരപ്പോൾ ഗർഭിണിയാണ്. ഈ കയാതു, പ്രഹ്ലാദൻ വയറ്റിലുണ്ട്. ജയം ആഗ്രഹിക്കുന്ന ആ ദേവന്മാർ രാജഭവനത്തിൽ പ്രവേശിച്ച് എല്ലാം അപഹരിച്ച് നശിപ്പിച്ചു. അപ്പോൾ രാജഭടന്മാരാണ് ചെയ്തത്. ദേവന്മാർ രാജഭവനത്തിൽ കയറി ഇന്ദ്രൻ നേരിട്ട് എന്ത് ചെയ്തു? ആ രാജഭാര്യയായ രാജ്ഞിയായ എൻ്റെ മാതാവിനെയും പിടിച്ചു. നീയമാനാം ഭയോദ്വിഗ്നാം രുദതീം കുരരീമിവ യദൃച്ഛയാഗതസ്തത്ര ദേവർഷിർ ദദൃശേ പഥി. നീയമാനാം കൊണ്ടുപോകപ്പെട്ടവളും ഭയോദ്വിഗ്നാം ഭയത്താൽ വിറയ്ക്കുന്നവളും കുരരീമിവ രുദതീം കുരരി എന്ന പോലെ കരഞ്ഞു. ഈ കുരരിപ്പക്ഷി എന്ന് പറയും. കുരുവിപ്പക്ഷിയൊക്കെ ആയിരിക്കാം. ആ പക്ഷിയുടെ പേരാ കേട്ടോ. കരയുന്നവളുമായ അവളെ അകാരണമായിട്ട് അവിടെ വന്നിരുന്നത് യാദൃച്ഛികമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അത് ശരിക്കും അതൊരു സംസ്കൃത വാക്കാം. സത്യമായിട്ട് വന്നതല്ല, വരാൻ വേണ്ടി വന്നതല്ല. പക്ഷെ അറിയാതെ കണ്ട നാരദര് വഴിയിൽ ദദൃശ്യ അത് കണ്ടു. ഈ കാഴ്ച, ഇന്ദ്രൻ ഈ കയാതുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടു. ഒരു സ്ത്രീയെ. പ്രാഹമൈനാം സുരപദേ നേതും അർഹസ്യനാഗസം മുഞ്ച മഹാഭാഗ സതീം പരപരിഗ്രഹം. പ്രാഹമൈനാം സുരപദേ എന്ന് പറഞ്ഞാൽ ദേവാധിപ, സുരപദേ ദേവന്മാരുടെ പതിയെ ഇന്ദ്ര അനാഗസം അപരാധം ഒന്നും ഇല്ലാതിരിക്കുന്ന സതീം പതിവ്രതയാണവൾ. പരിഗ്രഹ അന്യൻ്റെ ഭാര്യയാണ് ഇവളെ. മഹായോഗ്യനായുള്ള ആളല്ലേ അങ്ങ്. തോം നേതും അങ്ങ് കൊണ്ടുപോകാനായിക്കൊണ്ട് മാ അർഹസി എന്ന് പറഞ്ഞാൽ അർഹം അല്ല, അങ്ങയ്ക്ക് അർഹിക്കുന്നില്ല. അങ്ങ് ഈ ഏറ്റവും മോശപ്പെട്ടതായ ഈ കാര്യം അങ്ങ് അർഹിക്കുന്നില്ല. മുഞ്ച എന്ന് പറഞ്ഞാൽ വിടുക എന്ന് പറഞ്ഞു. പിന്നെയും പ്രാഹ പറഞ്ഞു. നാരദമുനി പറഞ്ഞു, ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്ര ഉവാച ആസ്തേസ്യ ജഠരേ വീര്യം അവിഷഹ്യം സുരദ്വിഷഃ ആസ്യതാം യാവത് പ്രസവം മോക്ഷ്യർത്ഥ പദവീം ഗതഃ. അത് കാരണം എന്താ? ഇവൾ ഗർഭിണിയാണ്. ഇവളുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഉണ്ടായാൽ നമ്മൾ ഈ ജയിച്ചതൊക്കെ തീരും. അസുരന്മാർ പിന്നെയും പൊന്തി വരും. എല്ലാത്തിനെയും കൊന്നാലും ഇതിനകത്ത് കിടക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അതൊരു ആ വീര്യം ഉൾക്കൊണ്ടിട്ടുള്ളതായതുകൊണ്ട് അത് ഇനിയും ഈ മാർഗം ഇനിയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരും. അതായത് ദേവശത്രുവായ ഹിരണ്യകശിപുവിൻ്റെ വല്ല അസഹ്യമായ വീര്യം ഇവളുടെ ഗർഭരൂപത്തിൽ കിടക്കുന്നുണ്ട്, ഇവളുടെ വയറ്റിൽ കിടക്കുന്നുണ്ട്. അതിനാൽ പ്രസവം വരെ ഇവൾ എൻ്റെ അധീനതയിലിരിക്കട്ടെ. പ്രസവാനന്തരം
കാര്യം സാധിച്ചാൽ പിന്നെ ദേവവരിയായി വരുന്ന പുത്രനെ അങ്ങ് കൊന്നുകളയാം. അതുകൊണ്ട് എന്നിട്ട് അവളെ വിട്ടേക്കാം. സ്ത്രീവധം ഞാൻ ചെയ്യുന്നില്ല. അത്രയും പാപമാണ് സ്ത്രീവധം എന്ന് പറയുന്നത്. കാരണം ആ കുട്ടിയെ കൊല്ലാൻ കുഴപ്പമില്ല, പക്ഷെ സ്ത്രീയെ വധിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് പാപമായിട്ട് അന്നത്തെ കാലത്ത് കണ്ടിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു സ്ത്രീയെപ്പോലും വധശിക്ഷയ്ക്ക് നടപ്പാക്കിയിട്ടില്ല. ഇന്ത്യയിൽ, ഭാരതത്തിൽ മാത്രം ഒരു സ്ത്രീയെ ഭാരതത്തിൽ വധിച്ചിട്ടില്ല. ഒരു സമ്പ്രദായത്തിലും ഒരു ഭരണഘടനയിലും ഒരു കാലത്തും, അത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഇവിടെ സ്ത്രീവധം, അത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം, ഇതുവരെ ഒരു സ്ത്രീയെ വധിച്ചിട്ടില്ല കൊല്ലാനായിട്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ, അത് കാരണമൊന്നും പറയുന്നില്ലെങ്കിലും അവർ വിധി നിശ്ചയിക്കുമ്പോൾ പറയുന്നില്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ടൊന്നും പറയാത്ത പോലെ പറയും. പക്ഷെ കൊന്നിട്ടില്ല ഇതുവരെ, ഒരു വധശിക്ഷയും നടപ്പാക്കിയിട്ടില്ല ഒരു സ്ത്രീയെ. ഭാരതത്തിലിത് പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ടായി ആണ് വ്യക്തമായിട്ട് അതുകൊണ്ടാണ്. പക്ഷെ ജഠരത്തിൽ കിടക്കുന്ന കുഞ്ഞു കുട്ടി ഉണ്ടായ ഉടനെ വേണേൽ കൊല്ലാം, അതിനൊരു തെറ്റില്ല. പക്ഷേ സ്ത്രീയെ വേറൊരാളെ മനഃപൂർവ്വം വധിക്കുക എന്നത് ഇത് നിയമപ്രകാരം കേട്ടോ, അല്ലാതെ കൊല്ലുന്നുണ്ട്, അല്ലാതെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ. അവൾ എത്ര മോശമായാലും അതിനൊരു നിയമമില്ല, നിയമപ്രകാരം സ്ത്രീവധം ഇല്ല ഇവിടെ. ആസ്തേസ്യാജഠരേ വീര്യം അവിഷഹ്യം സുരദ്വിഷ, അവിഷഹ്യം നാക്കണം, അതെ ആസ്യതാം യാവത് പ്രസവം മോക്ഷ്യർത്ഥപദവീം ഗത. നാരദ ഉവാച അയം നിഷ്കിൽബിഷ സാക്ഷാത് മഹാഭാഗവതോ മഹാൻ ത്വയാ ന പ്രാപ്സ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. അയം നിഷ്കിൽബിഷ സാക്ഷാൻ മഹാഭാഗവതോ മഹാൻ ത്വയാ ന പ്രാപ്സ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. പാപം ഇല്ലാത്തവനും മഹാൻ, സ്വതേ മഹാനും മഹാഭാഗവത മഹാവിഷ്ണു ഭക്തനും അനന്താനുചര ഈശ്വരനെ എപ്പോഴും സേവിക്കുന്നവനും ബലവാനുമായ ഇവൻ ത്വയാ നിന്നാൽ മരണത്തെ പ്രാപിക്കുകയില്ല. നാരദനപ്പോൾ പറഞ്ഞു, ഇവളുടെ ഗർഭസ്ഥനായ ബാലൻ പിതാവിൽ നിന്ന് സിദ്ധിക്കാവുന്ന ദോഷങ്ങളൊന്നും ഉള്ളവനല്ല. അദ്ദേഹം ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. എന്നിട്ട് പറയുക, ഭഗവാനാൽ അത് ഭഗവാനാൽ അവനെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന അന്തരംഗ ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് ആ നാരദ മഹർഷി അന്നേ പറഞ്ഞു. അതുകൊണ്ട് അങ്ങേക്ക് ഇവനെ വധിക്കാൻ സാധിക്കുകയില്ല, അവനെ വധിക്കാൻ അങ്ങേക്ക് സാധിക്കുകയില്ലെന്ന് ഉറപ്പിച്ച് ഇവൻ്റെ ഈ സ്ത്രീയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ഭഗവാന്റെ പരമഭക്തനാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഇവനെ വധിക്കാൻ സാധിക്കുകയില്ലെന്ന് അന്നേ പറഞ്ഞതാണ് ആര്? നാരദ മഹർഷി. ഇത്യുക്തസ്താമിഹായേന്ദ്രോ ദേവർഷേർമാനയൻ ഭജക അനന്തപ്രിയഭക്തിയൈനാം പരിക്രമ്യ ദിവം യയോ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ നാരദമുനിയിലുള്ള ബഹുമാനം നിമിത്തം ആ വാക്കിനെ അംഗീകരിച്ചു. ഞാൻ അങ്ങ് പറയുന്നത് കേൾക്കാമെന്ന് സമ്മതിച്ചു. എൻ്റെ അമ്മയെ അങ്ങനെ അദ്ദേഹം വിട്ടു. ആ ഭഗവാനെ പ്രിയനായി സ്വീകരിച്ചിരിക്കുന്ന എന്നിലുള്ള ഭക്തി നിമിത്തം എൻ്റെ മാതാവിനെ പ്രദക്ഷിണം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോയി. നാരദർ ആ കയാതുവിനെ പ്രദക്ഷിണം ചെയ്ത് എന്തുകൊണ്ടാണ്? എന്നെ രക്ഷിക്കാൻ. ഭഗവാന്റെ ഭക്തനാണ് ഈ കയാതുവിൻ്റെ ഗർഭത്തിൽ കിടക്കുന്നതെന്ന് മനസ്സിൽ കണ്ട ആ നാരദർ ആ കയാതുവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അത് ഭഗവാന്റെ ഭക്തന്മാരെ നമസ്കരിക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഗർഭസ്ഥനായ എന്നെ പ്രദക്ഷിണം ചെയ്ത് സാധിക്കാത്തത് കൊണ്ട് എന്നെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അമ്മയെ പ്രദക്ഷിണം ചെയ്തു. എന്നെ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഗർഭത്തിലാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അമ്മയെ പ്രദക്ഷിണം. ഒരു അസുര സ്ത്രീയാണ്, അവരെ നമ്മളിതൊക്കെ പഠിപ്പിക്കുന്ന കേട്ടോ ഓരോ കാര്യങ്ങൾ. ഞാൻ ആദ്യമേ പ്രഹ്ലാദ ചരിതം പറയാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒരു അസുരന് എങ്ങനെ, അസുരനും ദേവനുമൊക്കെ നമ്മളുണ്ടാക്കുന്നതാണ്, നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന ഈ അസുരനും ദേവനും എന്ന് കാണിക്കാൻ വ്യക്തമായിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും പറയുന്നത് നമ്മളിവിടെ വിവേചനം കാണിക്കുന്ന വിവേചനം ഉള്ളത് കൊണ്ടാണ്. അവരിൽ ആ വിവേചനം ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം അംഗീകരിക്കും. പിന്നെ പിതാവിൻ്റെ ജാതി എന്താണോ അത് നമ്മൾ എഴുതി വയ്ക്കും, അത് തന്നെ പുത്രൻ്റേതെന്നും. അങ്ങനെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെ ഇല്ലെന്ന് ഭാഗവതം പറയുന്നുണ്ട് കേട്ടോ.
വേറെയുള്ള ഇപ്പോഴത്തെ ആധുനിക രീതിയിലൊന്നും അത് പറ്റത്തില്ല. കാരണം DNA ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ നമ്മൾ എന്താ അച്ഛൻ്റെ തന്നെ ആ ഇതിലാണെങ്കിൽ ആ അച്ഛൻ്റെ ജാതിയോ അമ്മയുടെ ജാതിയോ എന്തെങ്കിലും വെക്കും. എന്നാൽ ജാതി മതമൊക്കെ വെക്കുന്നതിൻ്റെ കാര്യമായി പറയുന്നത്. പക്ഷേ ഒരാളിൽ അസുരൻ്റെ മകനായതുകൊണ്ട് എല്ലാവരും അസുരനാകണമെന്നില്ല, അല്ലേ? അങ്ങനെയല്ലേ? ഒരു നേഴ്സിൻ്റെ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ അവർ അത് ആകണമെന്ന് നിർബന്ധമില്ല. ഒരു അധ്യാപകനാകാം. അപ്പോൾ അത് ആ ആളിൻ്റെ വിദ്യാഭ്യാസവും ആ ആളിൻ്റെ ഏതിനോടുള്ള താല്പര്യവും അതൊക്കെ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ജാതി പറയുമ്പോൾ ജനിച്ച ജാതി, ജനിച്ച കുലം, അതാണ് നിയമം. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നില്ല. ഒരുപാട് അസുരഭക്തന്മാരെക്കുറിച്ചും അല്ലാത്ത ഒരു രാമായണത്തിലൊക്കെ മാരീചനൊക്കെ ഭഗവാന്റെ ഭക്തനായിരുന്നു. വിഭീഷണൻ രാവണൻ്റെ അനുജനായി വിഭീഷണൻ പരമഭക്തനായിരുന്നു. കുംഭകർണനും അതുപോലെ തന്നെ. അവരൊക്കെ പറയുന്നുണ്ട് രാവണനോടല്ലേ കഥ. നമ്മൾ രാമായണം നല്ല പച്ചവെള്ളം പോലെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇത് ശരിയല്ല ജ്യേഷ്ഠ, നമുക്കിത് വിട്ടുകളാം, ഭഗവാനാണ് എതിർ നിൽക്കുന്നത്. അപ്പോൾ രാവണനും അറിയാം. രാവണൻ പറഞ്ഞു, ഇത് പേടിച്ച് ഞാൻ ഓടുന്നതിൽ ഭേദം ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കുകയാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടുമല്ലോ എന്ന് ആ ശിവഭക്തനായ രാവണനും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പുരാണങ്ങളിൽ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ വാൽമീകി ഒരു കാട്ടാളനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. ഈ കഥകളും ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഈ ജ്ഞാനം എല്ലാം അദ്ദേഹത്തിന് തന്നെ അവിടെ ഇതായിട്ടാണ് പറയുന്നത്, അല്ലേ? അതൊരു വലിയ ശ്രേഷ്ഠ ജന്മം കൊണ്ടാണെന്ന് പറയുന്നില്ല. അത് ഓരോരുത്തരുടെ പ്രവൃത്തി മണ്ഡലത്തെ ആശ്രയിച്ചിരിക്കും. തതോ നോ മാതരം ഋഷി സമാനീയ നിജാശ്രമം ആശ്വാസ്യേ ഹോഷ്യതാം വത്സേ യാവത്തേ ഭർത്തുരാഗമഃ ആശ്വസിപ്പിച്ചിട്ട് ആശ്വാസ്യേ ഇഹ വത്സേ ഹേ വത്സേ എന്നാണ് കേട്ടോ. വത്സേ ഹേ താം വത്സേ യാവത്തെ നിൻ്റെ ഭർത്താവിൻ്റെ ആഗമനം ആഗമം വരെ ആഗമനം എപ്പോഴാണോ അപ്പോൾ വരെ ഇഹ ഉഷ്യതാം. അത് ആശ്വാസ്യേഹൗഷ്യതാം ആശ്വാസ്യേഹോഷ്യതാം എന്ന വാക്ക് വന്നത്. ആശ്വാസ്യ ഇഹ ഉഷ്യതാം ആശ്വാസ്യേഹോഷ്യതാം വത്സേ യാവത്തെ ഭർത്താവ് വരുന്നിടം വരെ ഇവിടെ വസിക്കാം. തഥേത്യവാത്സീത് ദേവർഷേര അന്ത്യസ്യ തഥേത്യവാത്സീത് തഥാ ഇതി അവാത്സീത് തഥേത്യവാത്സീദേവർഷേർ അന്തി സാപ്യകുതോ ഭയാം അന്തി ദേവർഷിയുടെ അന്തികത്തിൽ അവാത്സീത്. പിന്നെ യാവത് ദൈത്യപതിർഘോരാത് തപസോ ന ന്യവർത്തത. എൻ്റെ അമ്മ അതിനെ അംഗീകരിച്ച് ആ ദേവർഷിയുടെ കൂടെ പോയി. അസുരാധിപൻ ഭയങ്കരമായ തപസ്സിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ ഒരു വിധത്തിലും ഭയം കൂടാതെ നാരദൻ്റെ സമീപത്തിൽ അമ്മ താമസിച്ചു. ഋഷിംപര്യചരത്തത്ര ഭക്ത്യാ പരമയാ സതി അന്തർവഗ്നേ സ്വഗർഭസ്യ ക്ഷേമായ ഛാപ്രസൂദയേ. അന്തർവഗ്നീ സതി ഗർഭിണിയായ പതിവ്രത സ്വഗർഭസ്യ തൻ്റെ ഗർഭത്തിൽ ഇച്ഛാപ്രസൂതിയെ ഇച്ഛിക്കുന്ന കാലത്തിൽ ആ സമയം അനുസരിച്ച് പ്രസവത്തിനായിക്കൊണ്ടും ക്ഷേമത്തിനായിക്കൊണ്ടും പരമഭക്തിയോടുകൂടി അവിടെ ഋഷിയെ പരിചരിച്ച് ആ ആശ്രമത്തിൽ താമസിച്ചു. ആരുടെ? നാരദരുടെ. ഋഷികാരുണികസ്തസ്യ പ്രദാതുഭയമീശ്വരഃ ധർമ്മസ്യ തത്വം ജ്ഞാനം ച മമാപ്യുദ്ദിശ്യ നിർമ്മലം. ഋഷികാരുണികസ്തസ്യ പ്രാദാതുഭയമീശ്വരഃ ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമപ്യുദ്ദിശ്യ നിർമ്മലം. കാരുണിക, കരുണാശീലനും ഈശ്വര സമർത്ഥനുമായ ഋഷി നാം എന്നെയും ഉദ്ദേശിച്ച്
അവൾക്ക് നിർമ്മലം ഒരു ദോഷവുമില്ലാത്ത ധർമ്മത്തെ, ധർമ്മസ്വരൂപത്തെയും ജ്ഞാനത്തെയും രണ്ടിനെയും പ്രദാനം ചെയ്തു. എന്താ ധർമ്മം എന്താണെന്നും ജ്ഞാനം എന്താണെന്നുമുള്ള കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. തത്സുകാലസ്യ ദീർഘത്വാത് സ്ത്രീത്വാന്മാതുസ്ഥിരോദധേ ഋഷിണാനുഗൃഹീതം മാം നാധുനാപ്യജഹാതു സ്മൃതിഃ നാധുനാപി അജഹാത സ്മൃതി. അങ്ങനെയാ വാക്ക്. അധുന അജഹാത് ഉപേക്ഷിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ജ്ഞാനാദികൾ കുറേ കാലം കഴിഞ്ഞതുകൊണ്ടും ആ സ്ത്രീ സ്വഭാവം കൊണ്ടും അത് ശരിയല്ലേ. നമ്മൾ കുറേ കാര്യങ്ങൾ എത്രയോ നാളായിട്ട് കേൾക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എനിക്ക് പോലും ഞാൻ ഇത് നിത്യം കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നായാലും ഒരു വർഷങ്ങളായിട്ട്. എന്നാൽ പോലും നമ്മൾ മറന്നു പോകും പല സമയത്തും പല കാര്യങ്ങളും. അതുകൊണ്ട് ആ സ്ത്രീ സ്വഭാവം നിമിത്തം അമ്മയ്ക്ക് ഓർമ്മ ഇല്ലാതെ ആയിത്തീർന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഋഷിയുടെ അനുഗ്രഹ വിശേഷം നിമിത്തം ഇപ്പോൾ ആ സ്മൃതി എന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. ഞാൻ വയറ്റിക്കിടന്ന് കേട്ട കാര്യം ഞാൻ എന്നിൽ നിന്നും എന്നെ ഉപേക്ഷിച്ച് പോയില്ല. ആ കാര്യങ്ങളൊക്കെ അത് ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവരെ സ്മൃതി ഉപേക്ഷിക്കുകയില്ല. അതില്ലാത്തവർക്ക് സ്മൃതി ഉണ്ടാകുകയില്ല. അതും കൂടെ ഉണ്ട് ഇതിനകത്തിപ്പോൾ പറയുന്നത്. ഇത് നമ്മൾ എത്ര പഠിച്ചാലും ആ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിലേ നമ്മളുടെ സ്മൃതിയിൽ ഇത് നിൽക്കുകയുള്ളൂ. സ്മൃതിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് മനസ്സിലാകുക, അത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുക. ആ മനസ്സിലാക്കിയത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധിക്കുക. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താ ഈ സ്മൃതി ഉപേക്ഷിച്ച് പോകയില്ലെന്ന്. കാരണം അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാണല്ലേ നമ്മൾ ഈ ജ്ഞാനം അറിവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഏറ്റവും ആദ്യത്തെ അറിവെന്താ? എന്നിൽ തന്നെ ആ മാറ്റം ഉണ്ടാക്കുക ഞാൻ ഈ അറിവ് കൊണ്ട്. പിന്നെയോ അന്യർക്കായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ, നാരദർ ചെയ്ത പോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഇത് ആണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുക. അത് നമുക്ക് ഓർമ്മയും മനസ്സും ഉണ്ടെങ്കിലേ അത് നടക്കൂ, ഇല്ലേ? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലേ നടക്കൂ, ചെയ്യാൻ പറ്റൂ, സാധിക്കൂ. പിന്നെ നമ്മളിൽ തന്നെ അത് പ്രാവർത്തികമാക്കാനും, അത് ആദ്യത്തെ കാര്യം, നമ്മളിൽ അത് പ്രാവർത്തികമാക്കാൻ ഈ അറിവ് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു ഇച്ഛ വേണം, എന്നാലും സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭവതാമഭിഭൂയാന്മേ യതി ശ്രദ്ധതദേവജഃ വൈശാരദീ ധീ ശ്രദ്ധാത ശ്രീബാലാനാം ച മേയധാം. ഇനി മുമ്പത്തെ ശ്ലോകത്തിനെല്ലാം ഉണ്ടല്ലോ അല്ലേ? അധുനാപി അജഹാത് സ്മൃതി പറഞ്ഞു നമ്മളതല്ല. ഭവതാം അഭിഭൂയാത്മേ യതി ശ്രദ്ധതേ വചഃ മേ വച ശ്രദ്ധിച്ചു കേൾക്ക്. വൈശാരദീ ധീ ശ്രദ്ധാത ശ്രീബാലാനാം ച മേ യഥാം. എൻ്റെ വാക്ക് ഞാൻ ഉപദേശിച്ചത് നിങ്ങൾ ഗ്രഹിപ്പാൻ നിങ്ങൾ ശ്രമിക്കുന്ന പക്ഷം നിങ്ങൾക്കും ആ പരമഭക്തിയും പരമസാക്ഷാത്കാരവും ഭവിക്കട്ടെ. അതാ പ്രഹ്ലാദനം ചെയ്തത്. അറിഞ്ഞത് എപ്പോഴാണ്? 5 വയസ്സായപ്പോൾ. അത്രയും നാൾ കൊണ്ടുള്ള അറിവേ ഉള്ളൂ. ഗർഭത്തിൽ കിടന്നപ്പോൾ അറിഞ്ഞ കാര്യം 5 വയസ്സായപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത ആൾക്ക് ഉപദേശിച്ച് കൊടുത്തു. എന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? അപ്പം നിങ്ങളോടും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾക്കുണ്ടായ ജ്ഞാനം പകർന്നു കൊടുക്കുക. ഗ്രൂപ്പൊന്നുമായിട്ട് സമയം ഇല്ല, അതിനുള്ള സൗകര്യങ്ങളില്ല, സമയമില്ല എങ്കിലും ഒരാളെയെങ്കിലും നമ്മളിത് പറഞ്ഞു കൊടുക്കുക. എങ്കിലും ഇത് പ്രചരിക്കണ്ടേ? ഇതെല്ലായിടത്തും പ്രചരിക്കണം. അല്ലാതെ ഇത് ഒരു ചെറിയ ഒരു സംഖ്യയിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് ഇതാർക്കും അങ്ങനെ പോകുക വരിക. സപ്താഹത്തിൽ തൊഴാൻ പോയി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. സപ്താഹം ആണ് അവിടെ ഒന്ന് തൊഴാൻ പോയിന്ന്. അവിടെ തൊഴാൻ പോയതുകൊണ്ട് ഒന്നും നമുക്ക് നേടാനില്ല. അവിടെ ഒന്നും പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒന്നും ചെയ്തതുകൊണ്ടും കാര്യമില്ല. അവിടെ ഇരുന്നത് കേൾക്കുക, ശ്രവിക്കുക. ആദ്യമേ തന്നെ പറയുന്നത് അങ്ങനെയാണ് അല്ലേ? നവതാഭക്തിയിലെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അങ്ങനെയാണ് പറയുന്നത്. വിഷ്ണു സ്മരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്മരണം, പാദസേവനം എല്ലാം കഴിഞ്ഞ് ഈ വിധത്തിലുള്ള ഭക്തികളിൽ ഏറ്റവും പ്രാധാന്യം ശ്രവണമാണ്. അത് കേൾക്കുക എന്നുള്ളതാണ്. അത് കഴിയുമ്പോഴാണ് നമുക്കൊന്ന് പഠിക്കാൻ തോന്നുന്നത് അല്ലേ? കീർത്തിക്കാൻ തോന്നുന്നത്. കീർത്തനം വിഷ്ണു പാദത്തിൽ ഉള്ളൊരു സ്നേഹം ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്, അതിനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ പരമഭക്തിയും പരമസാക്ഷാത്കാരവും നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ. അതൊരു
ഈ ഇതില്ലേ നമ്മൾ ഗീതയ്ക്കകത്തൊരു ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ എന്നൊരു ഒരു ലൈനുണ്ട്. ജ്ഞാനം ഉണ്ടാകണമെന്നുള്ള താത്പര്യം ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ശക്തിയുമുള്ള ഒരാളായിരിക്കണം. ഇന്ദ്രിയങ്ങളെ എല്ലാത്തിനെയും പറ്റിയെന്നിരിക്കുകയില്ല, പക്ഷെ ചിലതിനെയൊക്കെ നമുക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റും അല്ലേ. ഒരു പ്രായം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും. ഇപ്പോൾ സ്വാമിജിയൊക്കെ പറയും 60 വയസ്സ് കഴിഞ്ഞാൽ കല്യാണങ്ങൾ ഇങ്ങനെ ഘോഷിച്ച് നടക്കാതെ എത്ര നേരം ഇരുന്ന് നമ്മൾ പ്രായമായവർ ചെറുപ്പക്കാരൊക്കെ പോട്ടെ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നാമം ജപിക്കാൻ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മളെ വിളിച്ച് നമ്മൾ അതിനകത്ത് പോയി സംബന്ധിച്ച് ഒക്കെ ഇരുന്ന് നമ്മൾ വിളിച്ച് വന്ന അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ വിളിക്കാൻ നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? വേറെ ആരും പോകാനുമില്ല, പോകാതിരിക്കാൻ പറ്റില്ല, പോകണം. അത് അല്ല പറഞ്ഞത്. ഇങ്ങനെ ആഘോഷങ്ങൾ അതുപോലത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറയുക അതൊരു ലക്ഷണമാണ്. മനുഷ്യൻ്റെ വിരക്തി തോന്നുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അതിനോടുള്ളൊരു ആഭിമുഖ്യമില്ലായ്ക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങും ഇങ്ങനെ പറന്ന് നടക്കാനുള്ള ആ ഒരു ചിന്ത, അതിനോടുള്ളൊരു വിമുഖത ഒക്കെ ഈ വിരക്തി ഒക്കെ വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് അത് ജ്ഞാനമുള്ളവന് ഈ ഇന്ദ്രിയങ്ങളെ അടക്കുന്ന പ്രത്യേകമായിട്ട് പറഞ്ഞടക്കുന്നൊന്നുമല്ല, അതങ്ങ് അടങ്ങി പോകണതാണ്. കാരണം ഇതിൻ്റെ അകത്തെ നശ്വരത, നമ്മളിപ്പോൾ ഈ കാട്ടി കൂട്ടുന്ന പല കാര്യങ്ങളുടെയും നശ്വരത, അതൊന്നും ശാശ്വതമല്ലെന്നുള്ള അറിവ് നമ്മളിലുണ്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്താ അത്രയേ ഉള്ളൂ എന്ന്. ആ ഒരു തോന്നലുണ്ടാകാനായിട്ട് ഈ ശ്രദ്ധാലുവാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെയുള്ളവനെ ഇതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക. ഭക്തന്മാർക്ക് തൻ്റെ സ്വരൂപത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്ന ഭഗവാനെ സംബന്ധിച്ച് പ്രേമലക്ഷണയായ ഭക്തി എനിക്കുണ്ടായിരുന്നു. ഭഗവാനോടുള്ള അത്യന്തികമായ പ്രേമം എന്നുവെച്ചാൽ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സ്നേഹത്തിനെയാണ് പ്രേമം എന്ന് വിളിക്കുന്നത്. അതിന് വേറെ അർത്ഥങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല കേട്ടോ. പിരിഞ്ഞിരിക്കാൻ, സ്വല്പനേരം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാതിരിക്കുന്ന സ്നേഹം, അതാ കാമുകന്മാർക്കുള്ളതെന്ന് പറയുന്നത് കൊണ്ടാണ് ആ വാക്ക് അങ്ങനെയുള്ളവരുടെ സ്നേഹത്തിനെ ആ വാക്ക് വെച്ച് ഉപയോഗിക്കുന്നത്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കിക്കോണം, പറയുന്നത് കേൾക്കണേ, ഇത് വിട്ടുകളയരുത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചില സന്ദർഭം അനുസരിച്ച്. അത് എന്തുകൊണ്ടാണ് സ്നേഹം, അവർ തമ്മിൽ സ്നേഹമാണെന്ന് പറയുന്നതിൽ കൂടുതൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നേക്കാം. എന്താണത്? അത് ആ വാക്കിനുള്ള പ്രത്യേകത ഒരു സമയത്തും വേറിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിരഹ ദുഃഖമുണ്ടാകുന്ന ഒരു സ്നേഹം, അതാണ് പ്രേമം. അത് ഭഗവാനോട് വേണമെന്നാണ് ഈ പറഞ്ഞതേ. എപ്പോഴും നമ്മുടെ കൂടെ നമുക്ക് ഭഗവാനിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റാത്ത സാഹചര്യം, ഭഗവാനെ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഭഗവാനോടുള്ള പരമപ്രേമം. ആ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ സ്നേഹമൊന്നും ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ അതിൻ്റെ ആ വാക്കിൻ്റെ ഒരു പ്രത്യേക അർത്ഥം അതാണ്. ഒരിക്കലും വിട്ടുപിരിയാതെ വിട്ടു മാറിയിരിക്കുമ്പോൾ ദുഃഖം തോന്നുന്ന അവസ്ഥ ഉണ്ടാകുന്ന സ്നേഹം. അത് ഉള്ളവർ ആ ബുദ്ധി അതായിട്ട് ഭവിക്കും. എനിക്കെന്ന പോലെ പരിശുദ്ധയായ ബുദ്ധി, ബുദ്ധി അതൊരു സ്ത്രീലിംഗമാണ്. ബുദ്ധി എന്നുള്ള വാക്ക് വിശാരദ ഭവാൻ തത്സംബന്ധിനിയായ ബുദ്ധി സ്യാത് ഭവിക്കും, ബുദ്ധി ഉണ്ടാകും. ജന്മാദ്യാഷഡിമേ ഭാവ ദൃഷ്ടാദേഹസ്യ നാത്മനഃ ഫലാനാമിവ വൃക്ഷസ്യ കാലേന ഈശ്വരമൂർത്തിന ഒന്നിച്ച് കാലേനേശ്വരമൂർത്തിന എന്നായി. ജന്മാദ്യ ഷഡിമേ ഭാവ, ഷഡ് ഭാവ 6 ഭാവങ്ങൾ, ജന്മാദ്യങ്ങളായ 6 ഭാവങ്ങൾ ദേഹത്തിന് കാണപ്പെടുന്നവയാകുന്നു, ആത്മാവിന് അല്ല. ഈശ്വരമൂർത്തിയോടുകൂടിയ കാലത്താൽ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾക്കെന്ന പോലെ ജന്മങ്ങളായ ഈ 6 ഭാവങ്ങൾ ദേഹത്തിന് കാണപ്പെടുന്നവയാകുന്നു, ആത്മാവിന് അതില്ല എന്ന് പറഞ്ഞു. ഒരുപാട് തത്വചിന്തകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത്രയേ ഉള്ളു പറഞ്ഞതെങ്കിലും കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. ആത്മാ നിത്യോ വ്യയശുദ്ധായ ഏകക്ഷേത്രജ്ഞാശ്രയ അവിക്രിയ സ്വദൃഹേതുർ വ്യാപകോ സംഖ്യനാവൃത വ്യാപക അസംഖി അനാവൃത.
അസംഗി അനാവൃത അങ്ങനെ തന്നെയാണ്. ആത്മാ നിത്യോ വ്യയശുദ്ധ ഏക ക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സ്വദൃഗ് ഹേതുർ വ്യാപകോ സംഖ്യ അനാവൃത. അതുകൊണ്ട് ഒരുപാട് ജന്മാദികളായ 6 വിധത്തിലുള്ള വികാരങ്ങൾ ദേഹത്തിനുണ്ട്, ശരീരത്തിനുണ്ട്. ആ വികാരങ്ങളൊന്നുമില്ലാത്ത ആത്മാവ് ദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഫലങ്ങൾ വൃക്ഷങ്ങളെ ആശ്രയിച്ചുണ്ടായി നിലനിന്ന് നശിക്കുന്നു. ഫലങ്ങളുണ്ടായത് എങ്ങനെയാണ്? ഫലങ്ങൾ വൃക്ഷങ്ങളെ ആശ്രയിച്ചുണ്ടായി. വൃക്ഷങ്ങളിലാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ആ വൃക്ഷങ്ങൾ നശിച്ചു പോകും. വൃക്ഷങ്ങൾ നശിക്കാതെ നിൽക്കുന്നു. ആ ഫലങ്ങൾ തിന്നു കഴിയുമ്പോൾ ആ പ്രാവശ്യത്തേത് പോകും. പിന്നെയും വൃക്ഷങ്ങൾ ഫലം തന്നുകൊണ്ടിരിക്കും. വൃക്ഷങ്ങളും പിന്നെന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ ഇല്ലാതായി പോകും. അവയ്ക്കും ജന്മാദി വികാരങ്ങളുള്ളതായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നു. അതുപോലെ ആത്മാവിനും ജന്മാദി വികാരങ്ങളുണ്ടെന്ന് ധരിക്കരുത് എന്ന് ബോധിപ്പിക്കാൻ കുറേ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിവിടെ നമ്മൾ വിസ്തരിക്കുന്നില്ല, കാരണം ഒത്തിരി ഉണ്ടത്. അതും പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് 20ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ദ്വാദശഭിർവിദ്വാൻ ആത്മനോ ലക്ഷണൈ പരൈ അഹം മമേതി അസദ്ഭാവം ദേഹാദൗ മോഹജം ത്യജേത്. ഇത് തന്നെയാണ് പറയുന്നത്. ഇത് തന്നെ അവസാനം ഇതിൽ എത്തും. എന്ത്? അഹം മമ, അഹം ഞാൻ, മമ എൻ്റെ, അഹം മമേതി എൻ്റെ, ഞാൻ എൻ്റേത് എന്നുള്ള ആ മിഥ്യാബുദ്ധിയെ ഇല്ലാതാക്കണം. അപ്പോഴാണ് ഈ ദുഃഖം വരുന്നത്. എൻ്റേതിനോടാണ് എനിക്ക് ദുഃഖം വരുന്നത്. എൻ്റേത് നശിക്കുമ്പോഴാണ് എനിക്ക് ദുഃഖം വരുന്നത്. എൻ്റേത് ഇല്ലാതാകുമ്പോഴാണ് എൻ്റെ സാധനം, അല്ലെ എൻ്റെ കാര്യം, എനിക്ക് വരാനുള്ള ഭാഗ്യം ഇതില്ലാതാകുമ്പോഴാണ് ഞാൻ ദുഃഖിക്കുന്നത്. അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പറയുമ്പം വെറുതെ ഒരു പ്രസ്താവന പോലെ ഒരു കാര്യം കേട്ടിട്ട് പോവുകയുള്ളൂ. നമ്മൾ മനസ്സിൽ പറയും, അയ്യോ കഷ്ടമായി പോയി. അതിൽ കൂടുതൽ നമുക്ക് അതിനോട് പ്രത്യേകിച്ച് പറയാൻ ഒന്നും അതിനകത്ത് നമുക്ക് ചെയ്യാനുമില്ല. നമ്മളുടെ കാര്യമാണ്. എൻ്റെ കാര്യമാണെങ്കിൽ എനിക്കതിനകത്ത് ചെയ്യാനും തിരുത്താനും അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാനും എനിക്കേ പറ്റൂ. മറ്റൊരാൾ കേൾക്കുന്നയാളിനതിന് സാധ്യവുമല്ല. അതങ്ങനെയാണ് താനും. അത് അവരുടെ കുറ്റം അല്ല, നമ്മുടെയും കുറ്റമല്ല. അതാ സ്നേഹം, എന്നോടുള്ള സ്നേഹം, എനിക്കുള്ള സ്നേഹത്തിൻ്റെ അതാ അതിൻ്റെ വ്യാപ്തി. അപ്പോൾ അഹം ഞാനെന്നുള്ളതും എൻ്റേതെന്നുള്ളതും ദുഃഖത്തെ തരുന്നു. അതുകൊണ്ട് അഹം മമേതി മോഹജം, അത് ജനിക്കുന്നതായ ആ ലക്ഷണം, ഈ 12 ലക്ഷണങ്ങളാൽ അറിവുള്ളവൻ ദേഹം മുതലായവയിൽ മോഹം നിമിത്തം ജനിക്കുന്നതായ ഞാൻ എൻ്റേത് എന്നുള്ള ആ അസദ് ഭാവം, അത് ശരിയായിട്ടുള്ള ഭാവമല്ല, അത് മിഥ്യാഭാവമാണ്. ആ ബുദ്ധിയെ വേണ്ടെന്ന് വെക്കണം, ത്യജിക്കണം. സ്വർണം യഥാഗ്രാവസുഖേമകാരഃ ക്ഷേത്രേഷു യോഗൈസ്തദഭിജ്ഞാപ്നുയാത് ക്ഷേത്രേഷു ദേഹേഷു തദാത്മയോഗൈർ അധ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേതാം. സ്വർണം യഥാഗ്രാവസുഖേമകാര, കല്ലിൽ സ്വർണത്തെ അറിയുന്ന ഹേമകാര, സ്വർണം എടുക്കുന്നവൻ, കല്ലിൽ നിന്ന് സ്വർണം എടുക്കുന്നവൻ യോഗ ഉപായങ്ങൾ കൊണ്ട് യഥാ ആപ്നുയാത് എപ്രകാരം പ്രാപിക്കുന്നു അപ്രകാരം അധ്യാത്മാവിത്, ആത്മാവിനെ അറിയുന്നവൻ, അധ്യാത്മവിത് എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയുന്നവൻ ആത്മയോഗങ്ങൾ കൊണ്ട് ക്ഷേത്രേഷു ദേഹേഷു, ക്ഷേത്രങ്ങളെന്ന് പറയപ്പെടുന്ന ഈ ശരീരം ക്ഷേത്രമാണ് എന്നായിട്ട് സങ്കല്പിക്കാം. ബ്രഹ്മഗതി, ബ്രഹ്മസ്വരൂപത്തെ ലഭിക്കണം. അത് ആത്മസ്വരൂപത്തെ ശാസ്ത്രത്തിന് ആചാര്യന്മാരിൽ നിന്ന് അറിഞ്ഞാലും അനുഭവജ്ഞാനത്താൽ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവാൻ എന്തു വഴി? അപ്പോൾ മാത്രമല്ലേ ദേഹം ദേഹം എൻ്റെ ആത്മാവാണെന്നുള്ള ഭാവം നശിക്കും. ദേഹമല്ലല്ലോ ആത്മാവ്. ദേഹം ഈ ശരീരം മാത്രമാണ്. ആത്മഭാവം ഇല്ലാതെയാകുള്ളൂ. ദേഹം എൻ്റേതാണെന്നുള്ള ഈ ശരീരമാണ് ഞാനെന്നുള്ള ആ ഭാവം ഇല്ലാതാവുകയുള്ളൂ. ആ അറിവിനെ കിട്ടിയാൽ മാത്രമേ. ചില സ്ഥലങ്ങളിൽ ഈ സ്വർണത്തിൽ നിന്ന് സ്വർണ്ണ പൊടിയടങ്ങിയ കല്ലുകളിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്ന ആ ഒരു വിദ്യ അറിയാവുന്ന ആൾക്കാരുണ്ട്. തീയിലിട്ട് ഊതുക മുതലായ പ്രവൃത്തികൾ കൊണ്ട് അന്യപദാർത്ഥങ്ങളെയൊക്കെ കളഞ്ഞിട്ട് സ്വർണത്തെ തെളിച്ചെടുക്കും എന്ന് പറഞ്ഞതുപോലെ ആത്മാവിനെ അറിയുന്നവൻ കാര്യകാരണങ്ങളെല്ലാം വിട്ട് കളഞ്ഞ് എല്ലാം മാറ്റി കളഞ്ഞിട്ട് ആത്മാവിനെ മാത്രമായിട്ട് കണ്ടുപിടിക്കും.
അങ്ങനെയാണ് അതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരി ഓം.